topic is 8051 microcontroller. Lecture in Polytechnic examine ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മൈക്രോ പ്രോസസർ മൈക്രോ കൺട്രോളർ. നമുക്കറിയാം, പ്രത്യേകിച്ച് 8051 കൂടാതെ തന്നെ 8085, 8086, 80286 തുടങ്ങിയ മൈക്രോ പ്രോസസേഴ്സിന്റെ ടോപ്പിക്സും സിലബസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ നമ്മുടെ 8051 ആണ് മോസ്റ്റ് പ്രിഡോമിനന്റ് ആയിട്ടുള്ളത്. സോ നമുക്കപ്പോൾ അതിലോട്ട് കടക്കാം. 8051 ഫീച്ചേഴ്സ്, അതിന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ്, അതിന്റെ പ്രോഗ്രാമിംഗ് മോഡൽ, ഇതൊക്കെയാണ് ഞാൻ പല സെഷൻസ് ആയിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ 8051 is a microcontroller. What are the various features of 8051 microcontroller? It is an 8-bit microcontroller. What do you mean by 8-bit microcontroller? That means it can process the max 8-bit of data. എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ALU എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. നമ്മുടെ കൂടുതൽ രജിസ്റ്റേഴ്സും 8 ബിറ്റ് ആണ്, ALU 8 ബിറ്റ് ആണ്. അപ്പോ ഒന്നിലധികം ഫീച്ചേഴ്സ് നമുക്കത് നോക്കാം. ഒന്ന്, അതിന്റെ റീഡ് ഓൺലി മെമ്മറി, റോം, പ്രോഗ്രാം മെമ്മറി എന്ന് പറയുന്നത് 4 KB, 4 കിലോബൈറ്റ്സ് ഓഫ് ഓൺ ചിപ്പ് പ്രോഗ്രാം മെമ്മറി, 128 ബൈറ്റ് ഓഫ് റാം. അത് ഓരോന്നും നമുക്കിനി അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അതിന്റെ ഓരോന്നിന്റെയും കണ്ടന്റ് പറയാനുണ്ട്. സോ 4 കിലോബൈറ്റ് ഓഫ് ഓൺ ചിപ്പ് പ്രോഗ്രാം മെമ്മറി ആൻഡ് 128 ബൈറ്റ് ഓഫ് ഓൺ ചിപ്പ് ഡേറ്റ മെമ്മറി. ഇനി ഓൺ ചിപ്പ് ഡേറ്റ മെമ്മറി എന്നും ഓൺ ചിപ്പ് പ്രോഗ്രാം മെമ്മറി എന്നും പറയുമ്പോൾ ഇതിന് പുറത്ത് നമുക്ക് എക്സ്റ്റേണലി നമുക്ക് കണക്ട് ചെയ്യാം. പ്രോഗ്രാം മെമ്മറി ആയാലും ഡേറ്റ മെമ്മറി ആയാലും റോം ആയാലും റാം ആയാലും വി ക്യാൻ കണക്ട് ഇറ്റ് എക്സ്റ്റേണലി ബൈ യൂസിങ് സം പിൻസ്. അപ്പോ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 4 കിലോബൈറ്റ് ഓഫ് ഓൺ ചിപ്പ് മെമ്മറി or ROM, then 128 bytes of data memory RAM. അപ്പോ നെക്സ്റ്റ്, ഇൻ ദിസ് 128 ബൈറ്റ് ഓഫ് റാം നമ്മൾ അതിന്റെ അകത്ത് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 4 രജിസ്റ്റർ ബാങ്ക്സ് ആർ ദർ. 4 രജിസ്റ്റർ ബാങ്ക് ഉണ്ട്. ഓരോ രജിസ്റ്റർ ബാങ്കിലും 8 രജിസ്റ്റേഴ്സ് ഉണ്ട്. ശ്രദ്ധിക്കുക, 4 രജിസ്റ്റർ ബാങ്ക് ഉണ്ട്. ഓരോ രജിസ്റ്റർ ബാങ്കിലും 8 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓരോ രജിസ്റ്ററും 8-ബിറ്റ് കപ്പാസിറ്റി ഉള്ളതാണ്. ദാറ്റ് മീൻസ്, ഫോർ എക്സാമ്പിൾ, രജിസ്റ്റർ ബാങ്ക് 0-ല് R0 to R7 അങ്ങനെയുള്ള 8 രജിസ്റ്റർ ഉണ്ട്. R0 to R7 8 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓരോ രജിസ്റ്ററും, ഫോർ എക്സാമ്പിൾ R0 എന്ന് പറയുന്നത് 8 ബിറ്റ് രജിസ്റ്റർ, 8 ബിറ്റ് ഡേറ്റയാണ് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുക. R1 എന്ന് പറയുന്നത് 8 ബിറ്റ് ഡേറ്റയാണ് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുക. R2 അതുപോലെ തന്നെ 8 ബിറ്റ് ഡേറ്റയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ രജിസ്റ്റർ ബാങ്കില്, അതായത് മൊത്തം 4 രജിസ്റ്റർ ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ രജിസ്റ്റർ ബാങ്കിലും 8 രജിസ്റ്റേഴ്സ് ഉണ്ട്, R0 to R7. അതിൽ ഓരോ രജിസ്റ്ററും, ദാറ്റ് ഈസ് R0 എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്, R1 എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്, R2 എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. അപ്പോ ക്ലിയർ ആയെന്ന് തോന്നുന്നു. 128 4 രജിസ്റ്റർ ബാങ്ക്. നെക്സ്റ്റ് ഈസ് 128 യൂസർ ഡിഫൈൻഡ് സോഫ്റ്റ്വെയർ ഫ്ലാഗ്സ്. ഫ്ലാഗിനെ പറ്റി ഞാൻ വീണ്ടും അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ്, അടുത്ത അത് സ്കിപ്പ് ചെയ്യുകയാണ്, ഞാൻ അതൊന്ന് സ്കിപ്പ് ചെയ്യാണ്. അടുത്തതിലോട്ട് വരിക. 8-ബിറ്റ് ബൈ ഡയറക്ഷണൽ ഡേറ്റാബേസ്. വൈ ഇറ്റ് ഈസ് ഹാവിംഗ് ബൈ ഡയറക്ഷണൽ ഡേറ്റാബേസ്? ആക്ച്വലി ഡേറ്റാബേസ് സാധാരണഗതിയിൽ ബൈ ഡയറക്ഷണലും അഡ്രസ് ബസ് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനിലും ആയിരിക്കും. നമുക്ക് അഡ്രസ് ബസ്സിൽ നമ്മൾ അഡ്രസ് പ്ലേസ് ചെയ്യുന്നു, മീൻസ് മൈക്രോ കൺട്രോളർ അഡ്രസ് പ്ലേസ് ചെയ്യുന്നു.
ഡേറ്റാബേസിൽ റീഡ് ചെയ്യേണ്ടതായിട്ടോ റൈറ്റ് ചെയ്യേണ്ടതായിട്ടോ ഉള്ള ഡേറ്റയെ പ്ലേസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ ഡേറ്റയെ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, പോർട്ടിലാണ് കൊടുക്കുന്നത്, പോർട്ടിലോട്ട് കൊടുക്കണം, അതിന്റെ ലാച്ചിലോട്ട് കൊടുക്കണം. അത് മാത്രമല്ല, നമുക്ക് ഡേറ്റ റീഡ് ചെയ്യണമെങ്കിൽ ഇൻപുട്ടിൽ നിന്ന് റീഡ് ചെയ്യണം. അപ്പോ രണ്ട് ഡയറക്ഷൻ, ഒന്ന് ഇൻപുട്ടിൽ നിന്ന് എടുത്ത് നമ്മുടെ രജിസ്റ്ററിലോട്ട് കൊണ്ടുവരുന്നു, വേറെ ഒന്ന് രജിസ്റ്ററിൽ നിന്ന് എടുത്ത് നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ടിലോട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞ രണ്ട് ഡയറക്ഷൻ. സോ ഡേറ്റ എന്ന് പറയുന്ന രണ്ട് ഡയറക്ഷനിൽ മൂവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണൽ ഡേറ്റാബേസ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത കേസ് 16-bit യൂണിഡയറക്ഷണൽ അഡ്രസ് ബസ്. 16-bit യൂണിഡയറക്ഷണൽ അഡ്രസ്, നിങ്ങളത് ആ രീതിയിൽ തന്നെ നോക്കി വയ്ക്കുക. ഡേറ്റാബേസ് ബൈ ഡയറക്ഷനിലായിരിക്കും, ഇറ്റ് ഈസ് ഹാവിംഗ് 8-bit കപ്പാസിറ്റി. Address bus is unidirectional, it is having 16-bit capacity. That is in the case of 8051. 8051 കേസിലാണ് ഇത് ഈ രീതി വരുന്നത്. നമ്മുടെ മൈക്രോ പ്രോസസർ മാറുമ്പോൾ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ മാറുമ്പോൾ ഇതിന്റെ രീതികൾ മാറും. അതായത് ഓരോന്നിനും ഓരോ രീതിയിലുള്ള ബിറ്റ് കപ്പാസിറ്റിയാണ്. അപ്പൊ അതിനനുസരിച്ച് തന്നെ സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കുക. വേഗമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് നമുക്ക് ഓർമ്മ ഉണ്ടാകണമെന്നില്ല. അപ്പോ നമ്മളിപ്പോ ഫെമിലിയർ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഇത് ഓർമ്മ കാണും, അല്ലാത്തിടത്തോളം കാലം ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. സോ അതുകൊണ്ട് നോക്കുക, 8051ന്റെ രജിസ്റ്റർ ഈ ഡേറ്റാബേസിന്റെ കപ്പാസിറ്റി 8-bit ആണ്. അതുപോലെ തന്നെ അഡ്രസ് ബസ് കപ്പാസിറ്റി 16-bit ആണ്. യൂണിഡയറക്ഷന്റെ കേസ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിംഗ് 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ഈച്ച് ഹാവിംഗ് കപ്പാസിറ്റി ഓഫ് 8-bit. 8-bit കപ്പാസിറ്റി ഉള്ള 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് 8051 has in 8051 there are 2 16-bit timers. We can use the same register as timer or counter. ശ്രദ്ധിക്കുക, 2 16-bit ടൈമർ ഉണ്ട് അല്ലെങ്കിൽ കൗണ്ടർ ഉണ്ട്. 2 16-bit ടൈമർ ഉണ്ട്. അപ്പോ 2 16-bit ടൈമർ എന്ന് പറയുമ്പോൾ ഒന്ന് T0യും വേറെ ഒന്ന് T1ഉം ആണ്. ഓരോന്നിന്റെയും കപ്പാസിറ്റി 16-bit. 16-bit എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ 8-bit ആയിട്ടും ഉപയോഗിക്കാം. അപ്പോ 8-bit ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പോ ഞാൻ പറഞ്ഞു ഇനി 8051 നമുക്ക് 8051 2 ടൈമറാ ഉള്ളത്. ഒന്ന് T0, വേറെ ഒന്ന് T1. ഇത് രണ്ടും 16-bit കപ്പാസിറ്റിയാണ്. രണ്ടിന്റെയും കപ്പാസിറ്റി എന്ന് പറയുന്നത് 16-bit ആണ്. പക്ഷെ ഈ പറഞ്ഞ T0യെ നമുക്ക് ഇങ്ങനെ പറയാം, TL0 എന്നും TH0 എന്നും പറയാം. അതായത് TL0 എന്ന് പറയുന്നത് ലോവർ ബൈറ്റ് ഓഫ് ടൈമർ 0, TH0 എന്ന് പറയുന്നത് അപ്പർ ബൈറ്റ് ഓർ ഹയർ ബൈറ്റ് ഓഫ് ടൈമർ 0. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങളോട് ഞാൻ പറയട്ടെ. ഒരു 16-bit നമ്പർ, ഫോർ എക്സാമ്പിൾ 16-bit number means it will vary from 00002 to F. ആക്ച്വലി 8051 പറ്റി നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഹെക്സാഡെസിമൽ നമ്പറാണ് നമ്മുടെ മനസ്സിലോട്ട് വരേണ്ടത്. ഹെക്സാഡെസിമൽ ബൈനറി, ഡെസിമൽ ഒരിക്കലും ചിന്തിക്കരുത്. അപ്പൊ എപ്പോഴും 8051 നമ്മൾ പഠിക്കുമ്പോൾ ഹെക്സാഡെസിമലിന്റെ ടേമിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കാനായിട്ട്. അത് ഞാൻ പ്രോഗ്രാമിന്റെ ലെവലിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞത്, ഒരു 16-bit നമ്പർ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ 000 മുതൽ FFF വരെ വേരി ചെയ്യും. ഒരു സിമ്പിൾ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഒരു നമ്പർ 26F2 ഇതാണ് നിങ്ങളുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുക. 26F2നെ നിങ്ങൾ എങ്ങനെയാ ഒരു 16-bit നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക? 2നെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 0010, ക്ലിയർ, 01106 ആയി. എഫിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1111 ഈ രീതി റെപ്രസെന്റ് ചെയ്യാം. എഗെയിൻ 0010.
ഇപ്പൊ ടോട്ടൽ ഇറ്റ് ഈസ് ഹാവിംഗ് 16 ബിറ്റ് കപ്പാസിറ്റി. ഈ നമ്പറാണ് നിങ്ങൾ ടൈമർ 0 ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ലോവർ ബൈറ്റ്, അതായത് ലോവർ 8 ബിറ്റ്, അതാണ് ലോവർ ബൈറ്റ്, ലോവർ 8 ബിറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ F2 എന്ന് പറയുന്ന ഡേറ്റ TL0 മനസ്സിലാവുമെന്ന് തോന്നുന്നു. I am considering a number 26F2. We can represent that 26F2 in binary form as 0010, 0110, 1111, 0010. I am dividing that number into two parts, that is lower byte, upper byte. Lower byte എന്ന് പറയുന്നത് F2. ഈ പറഞ്ഞ F2 സ്റ്റോർ ചെയ്യുന്നത് TL0 അപ്പർ ബൈറ്റ് 26 സ്റ്റോർ ചെയ്യുന്നത് TH0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമറിനെ നമുക്ക് 8 ബിറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ എന്തായാലും ജസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി പറയാണ്. 2 ടൈമറാണ് 8051 ആ 2 ടൈമറിൽ ഓരോന്നും 16 ബിറ്റ് കപ്പാസിറ്റി ഉള്ളതാണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് 8 ബിറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ലോവർ ബൈറ്റും അപ്പർ ബൈറ്റും തിരിച്ചുപയോഗിക്കാം. അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. എന്തെങ്കിലും നെക്സ്റ്റ് ഈസ് 6 interrupt sources. What do you mean by interrupt? While doing a program or while executing a program, ഒരു സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മളൊരു ജോലി, കമ്പ്യൂട്ടർ അതിൻ്റെതായ ഒരു പ്രോസസ് നടത്തിക്കൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രിന്ററിൽ നിന്ന് ഒരു സിഗ്നൽ നമ്മുടെ കമ്പ്യൂട്ടറിന് കിട്ടി. അത് ഒരു നോർമൽ എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഒരു സബ് റൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വേറൊരു ഡിവൈസിൽ നിന്നൊരു സിഗ്നൽ വന്നു സർവീസിന് വേണ്ടി. ആ സമയം കമ്പ്യൂട്ടർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മൈക്രോ പ്രോസസർ എന്തോ ആവട്ടെ, അത് ചെയ്യുന്നത് അതിന്റെ കറണ്ട് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കും. അതായത് കറണ്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഏത് ലൊക്കേഷനിലുള്ള ഇൻസ്ട്രക്ഷൻ ആണോ ആ അഡ്രസ്സ് നമുക്ക് ഒരു സ്റ്റാക്കിൽ കൊണ്ടുവയ്ക്കുക. ആ കുറച്ച് പ്രോസസ് ഉണ്ട് അതിൽ. എന്നിട്ട് അപ്പൊ പ്രോഗ്രാം കൗണ്ടറിന്റെ അഡ്രസ്സ് നമ്മുടെ ഈ പറഞ്ഞ സബ് റൂട്ടീനിന്റെ അഡ്രസ് ആയിട്ട് മാറും. വേറെ ഒന്നുമല്ല, നോർമൽ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. സബ് റൂട്ടീനിന്റെ കറസ്പോണ്ടിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്ററപ്റ്റ് എന്ന് പറയുന്ന ഇന്ററപ്ഷന് ചെയ്യേണ്ട പ്രോഗ്രാം ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്നാ പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ഇന്ററപ്റ്റ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ആ പ്രോഗ്രാമിനെ നമ്മൾ പറയുന്നത് ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്നാണ്. ആ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ഉണ്ടാവും. ആ ലൊക്കേഷനിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ ആ അഡ്രസ് ആയിട്ട് മാറും. ആ അഡ്രസ്സിലോട്ട് എക്സിക്യൂഷൻ മാറിയിട്ട് ഈ പറഞ്ഞ ഇന്ററപ്റ്റിന് കറസ്പോണ്ടിങ് പ്രോസസ് ചെയ്യും, ആ സർവീസ് റൂട്ടീൻ ചെയ്യും. ചെയ്തതിന് ശേഷം തിരിച്ച് തന്റെ പഴയ ജോലിയിലോട്ട് തിരിച്ചു വരുന്നു. അതാണ് സാധാരണ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ററപ്റ്റ് എക്സ്റ്റേണൽ ഇൻവെൻഷൻ ആണ്, ഇന്ററാക്ഷൻ ആണ്. എക്സ്റ്റേണൽ ഒരു സിഗ്നൽ വരുമ്പോഴത്തേക്ക് കറണ്ട് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം തിരിച്ച് തന്റെ പഴയ ജോലി തുടരുന്നു. അപ്പൊ അങ്ങനെയുള്ള 6 ഇന്ററപ്റ്റ് സോഴ്സസ് ആണ് നമ്മുടെ 8051 ആ നമ്പർ ശ്രദ്ധിക്കുക. റീസെറ്റ് ഉൾപ്പെടെ 6 ഇന്ററപ്റ്റ് സോഴ്സസ് ഉണ്ട്. ഇനി 8051 4 8 ബിറ്റ് പോർട്സ് ഉണ്ട്. 4 8 ബിറ്റ് പോർട്സ് ഉണ്ട്. പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്, ഡേറ്റ പോയിന്റർ ഉണ്ട്. സോ ഈ 2 പോയിന്റേഴ്സാ. പോയിന്റേഴ്സ് മീൻസ് ഇറ്റ് സ്റ്റോഴ്സ് ആൻ അഡ്രസ്. പ്രോഗ്രാം കൗണ്ടർ എന്താണ് സ്റ്റോർ ചെയ്യുന്നത് ചോദിച്ചാൽ, പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്യുന്നത് ഇപ്പോ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇറ്റ് സ്റ്റോഴ്സ് അഡ്രസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ എവിടെയാണോ അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ അഡ്രസ് ആണ് പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്യുക. ഡേറ്റ പോയിന്റർ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റയെ പോയിന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതും ഒരു 16 ബിറ്റ്. ശ്രദ്ധിക്കുക, പ്രോഗ്രാം കൗണ്ടറും 16 ബിറ്റ് ആണ്, ഡേറ്റ പോയിന്ററും 16 ബിറ്റ് ആണ്. പിന്നെ ഫുൾ ഡ്യൂപ്ലെക്സ് ഡേറ്റ റിസീവർ ട്രാൻസ്മിറ്റർ ഉണ്ട്, UART. അതായത് ഡേറ്റ റിസീവർ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരേ സമയം തന്നെ 2 ഡയറക്ഷനിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതായത് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ഫുൾ ഡ്യൂപ്ലെക്സ്, ഹാഫ് ഡ്യൂപ്ലെക്സ്, സിംപ്ലെക്സ്, അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും ഫുൾ ഡ്യൂപ്ലെക്സ് ആയിട്ടുള്ള ഡേറ്റ റിസീവർ ട്രാൻസ്മിറ്റർ ആണ് ഇതിലുള്ളത്. ഇത് എത്രയും ഞാൻ ഫീച്ചേഴ്സാ പറഞ്ഞത്. അതൊന്ന് നോക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ചിലപ്പോ ഒരു 3-4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്ന് ഏതാണ് കറക്റ്റ് എന്നുള്ള രീതി ചോദിക്കുമ്പോൾ ഇത് നല്ലവണ്ണം പഠിച്ചിരുന്നാൽ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. 4 kilobyte of ROM, 128 byte of RAM, then 4 register bank. രജിസ്റ്റർ ബാങ്കിനെ പറ്റി നമ്മൾ കുറച്ചും കൂടെ നോക്കിയാൽ രജിസ്റ്റർ ബാങ്ക് എന്ന് പറയുന്നത് ഓരോ രജിസ്റ്റർ ബാങ്കിലും
8 രജിസ്റ്റേഴ്സ് ആണുള്ളത്. ഓരോ രജിസ്റ്ററും 8-bit കപ്പാസിറ്റി ആണ്. അത് R0 to R7 അങ്ങനെയുള്ള 4 രജിസ്റ്റർ ബാങ്ക് ഉണ്ട്. ഓരോ രജിസ്റ്റർ ബാങ്കിൽ 8 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓരോ രജിസ്റ്റർ ആ 8 രജിസ്റ്ററിലുള്ള ഓരോ രജിസ്റ്ററും 8 ബിറ്റ് കപ്പാസിറ്റി ഉള്ളത്. Then 8-bit bidirectional data bus. Okay, data bus bidirectional ഞാൻ പറഞ്ഞു. 16-bit unidirectional address bus. Then 32 general purpose registers, each having capacity of 8 bits. അന്നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അത് രജിസ്റ്റർ ബാങ്കിന്റെ കേസിൽ പറഞ്ഞ അതാണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. 2 16-bit ടൈമർ കൗണ്ടർ, ടൈമർ ആയിട്ടും കൗണ്ടർ ആയിട്ടും നമ്മൾ അതിന് ഉപയോഗിക്കും. പക്ഷേ ഈ പറഞ്ഞ 16-bit എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആണ്. അതിന് 8-bit ആയിട്ട് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു, ലോവർ ബൈറ്റും അപ്പർ ബൈറ്റും. 6 ഇന്ററപ്റ്റ് സോഴ്സസ് ഉണ്ട്. 4 8-bit പോർട്ട് ഉണ്ട്. ഇനി 16-bit പ്രോഗ്രാം കൗണ്ടറിന്റെ കപ്പാസിറ്റി 16-bit ആണ്. ഡേറ്റാ പോയിന്റിന്റെ കപ്പാസിറ്റി 16-bit ആണ്. ഫുൾ ഡ്യൂപ്ലെക്സ് ഡേറ്റ റിസീവർ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇത്രയാണ് എന്റെ ഫീച്ചേഴ്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. നിങ്ങൾ കാണിക്കുക, നിങ്ങളുടെ ഡൗട്ട് ചാറ്റ് ബോക്സിൽ ഇടുക. ഞാൻ ഒന്ന് ഇപ്പോൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബ്ലോക്ക് ഡയഗ്രാം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. 6 ഇന്ററപ്റ്റ് സോഴ്സസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 4 kilobyte of ROM and 128 byte of RAM. It is having 2 timers. Okay.